ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയാം, പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഈ വീഡിയോ കുറേ മുന്നേ എടുത്തു നോക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു ചൈനയിലേക്ക് ഒന്ന് UAE-ലേക്കെല്ലാം പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1-2 ദിവസം കൊണ്ട് 3-4 വീഡിയോ എടുത്തു വെച്ച് ലാസ്റ്റത്തെ വീഡിയോ വന്നിട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെറ്റ് സ്റ്റേഷൻ്റെ നമ്മുടെ ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടാ അങ്ങനെയുണ്ട്. ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് അവിടെയാണ് ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സംഭവം ഉണ്ടായത്. നമ്മുടെ ആ പെറ്റ് സ്റ്റേഷൻ എന്ന് എഴുതിയ അതിൻ്റെ മുന്നിലാണ് ഈ ഫോട്ടോ ഫ്രെയിം ഉണ്ടായത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഏരിയയിൽ ഫുള്ള് ഫ്ലവേഴ്സ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? രസമില്ലേ? അതുപോലെ ഇതും ഇവിടെ ഇരുന്നിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആനൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം കറക്റ്റ് കിട്ടും അല്ലേ? പൊളിയല്ലേ? അപ്പോൾ അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ബൊഗൻവില്ലി അത്യാവശ്യം നല്ല രീതിയിൽ പൂ വന്ന് തുടങ്ങിയ ഇപ്പോൾ നല്ല വെയിലത്തേക്ക് നമ്മൾ മാറ്റി വെച്ച്. ആദ്യം ഇത്ര വെയിൽ കിട്ടുന്നതില്ല. വെയിൽ കിട്ടുമ്പോഴേക്ക് ഇവരുടെ സ്വഭാവം തന്നെ മാറിയിട്ടാ. എല്ലാ ഇതിലും നല്ല രീതിയിൽ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടാ. എല്ലാത്തിലും അത്യാവശ്യം വന്ന് തുടങ്ങി. അതുപോലെ ആൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഫോട്ടോ 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ കിട്ടും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, പൊളിയായിരിക്കും. മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയമാകുമ്പോഴേക്ക് ഇവിടെ നല്ല പൂക്കളും കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇന്ന് കോയി ഫിഷിനൊന്ന് കാണാം. കോയി ഫിഷിനെ കുറേ നാളെ കണ്ടിട്ട് കോയി ഫിഷിനൊന്ന് ഫീഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ ടെഗു, അതുപോലെ സാവന്ന മോണിറ്റർ, അതിൻ്റെ ചെറുതിന് അത്യാവശ്യം ഇപ്പോൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം വാ. അതുപോലെ നമ്മളെ പശുവിനെയും കൂടി ഒന്ന് കാണാൻ കേട്ടോ. അപ്പോൾ പശുവിനെയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിതാ കോയി ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ കുറച്ച് ഫീഡ് ചെയ്തേ. സഫാൻ കാണിച്ചു കൊടുക്കല്ലേ? ഇല്ല, ഫുഡ് കൊടുക്കല്ലേ? കൊടുക്കലണ്ടാ? ഇല്ലല്ല, നീ കാണിച്ചു കൊടുക്കല്ലേ ഉള്ളൂ. സഫാൻ ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ? ജിമ്മിൽ പോകാൻ തുടങ്ങിയില്ലേ? നിങ്ങളുടെ കാണിച്ച മസിൽ കാണിച്ചേ? അല്ല, ജിമ്മിലെല്ലാം പോകാൻ തുടങ്ങി സഫാൻ നല്ല സെറ്റാകുന്നു കേട്ടാ. സഫാന് ഞാൻ കാണിച്ചു കൊടുത്തത് ജിമ്മിന്. അതേപോലെ നമ്മളെ കോയി ഫിഷിൻ്റെ വളർച്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെയിനായിട്ട് നമ്മൾ വീഡിയോ വന്നു കേട്ടോ. കോയി ഫിഷിൻ്റെ വളർച്ച കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫീഡ് കൊടുക്കുന്നുണ്ട്. ഇത് കളറിനുള്ള ഫീഡാണ്. നമ്മളെ എന്താ പറയുക, നമ്മൾ ഒപ്റ്റിമം കളറിനുള്ളതും അതുപോലെ ഗ്രോത്തും ഒക്കെ 2 ടൈപ്പ് ഫുഡ് വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല കളറും വന്ന് നല്ല സൈസും വന്നിട്ടാ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒട്ടുമിക്ക മീനും അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കണ്ടാ. മേലേക്ക് കയറി വരുന്നുണ്ട് ഇവർ. അതേ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ ഗ്രോത്ത് ശരിക്കും മനസ്സിലാവാൻ പറ്റും. അതാ സഫാൻ കൊടുക്കുന്നതാ. അതാ നമ്മൾ ഹാർട്ട് ഫിഷ് ഇതാ. അത് കറക്റ്റ് ഹാർട്ട് തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇതിനെ കണ്ടിട്ട് നോക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ ഫിഷ് എടുത്തുണ്ട്. സഫാൻ ഇതന്നെ പരിപാടി, ഇത് കാണിച്ചു കൊടുക്കൽ. ഈ ഹാർട്ട് ഇതുള്ള ഫിഷ് ഏതാന്ന് ചോദിക്കുമ്പോൾ സഫാൻ എന്നെക്കാളും കറക്റ്റായിട്ട് കാണും. എന്നാൽ സ്ഥിരമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. സഫാനെ ഹാർട്ടേടെ? സഫാൻ അതിൻ്റെ ബാക്കിലെ പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്ന മീനാന്നുള്ളത്. ഇങ്ങനെയുണ്ട്, ഹെവി ആയില്ലേ? ഇതിൻ്റെ അകത്ത് വേറെ നല്ല സൈസിന് ഇവനെ കണ്ട ഇതുണ്ട്. സൈസ് നോക്കിയാ ഇതെന്താ, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടാ. അതുപോലത്തെ കുറേ മീനുണ്ടേ. ഇതെങ്ങനെ ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് സൈസ്? എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഇത് അതുപോലെ ബ്ലാക്ക് കണ്ട, നമ്മൾ എന്നിട്ട് ചെറിയ ചാക്കോയി ബ്ലാക്ക് എല്ലാം കണ്ട. അതിൽ അത്യാവശ്യം വലുപ്പം വന്നേ. മേലേക്കായി. അതുപോലെ ഇവിടുന്ന് 1-2 വാച്ച്, കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1-2 നല്ല കമ്പനിൻ്റെ വാച്ചെല്ലാം കണ്ടിരുന്നു. ഒറിജിനലാണോ അല്ലെന്നൊന്നും അറിയില്ല. മറ്റേ കിട്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ പെറ്റ് സ്റ്റേഷനിൽ വന്ന വിസിറ്റേഴ്സ് ആരുടെയും ആണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തരാം കേട്ടോ. എന്നാൽ ഏത് ഹാർട്ട് ഓക്കെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തരും കേട്ടോ. കുറച്ച് എന്തൊക്കെയോ അതുപോലത്തെ എനിക്ക് തോന്നുന്നു ഒരു 4-5 വാച്ച് ഉണ്ട്. അതിൻ്റെ അകത്ത് 1-2 നല്ല കമ്പനി വാച്ച് ഉണ്ട്.
അപ്പോൾ മിസ്സായവരുണ്ടെങ്കിൽ വന്നോട്ടോ. അതേപോലെ കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ 1-2 സംഭവങ്ങൾ ഇവിടെ കിട്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്, സേഫായിട്ടുണ്ട്. അതുപോലെ ഒരു ഗോൾഡും നമ്മുടെ തന്നേ കിട്ടിയത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സംഭവമാണ്, പക്ഷെ എന്നാലും നമ്മളത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട. ഇതുവരെ വന്നിട്ടില്ല ആൾ, കുറേ നാളായി കേട്ടോ. ഞാൻ ആ ഡേറ്റും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് ആളൊന്നും വന്നിട്ടില്ല, പക്ഷെ നമ്മളടുത്ത് സേഫായിട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ നമ്മുടെ കൊയ്പ്പൂൻ്റെ മക്കളൊക്കെ ഉണ്ടായി. ഇപ്പോൾ കൊയ്പ്പൂൻ്റെ മക്കൾ അത്യാവശ്യം സൈസ് കയറി വന്ന് ഇതാ തീറ്റയോട് തീറ്റ തന്നെ ഉണ്ടാ. സൈസ് കയറിയില്ലേ? ഏകദേശം വലുതായില്ലേ? ആ, ഒന്നും കൂടി ഉണ്ട്. ഇവൻ ഇങ്ങോട്ട് ഇതാ കാണുന്നുണ്ട് മിത്രേ. ഇതേപോലത്തെ ഒരു റീലം വന്നിട്ട് ഇതാ മറ്റേ എലിക്കുഞ്ഞിനെ പിടിച്ചിട്ട് വെള്ളത്തിലിടുന്നു പറഞ്ഞിട്ട്. ആ ആ ആ ആ മസാജ് വൈപ്പൂക്ക് മസാജ്. വാ. ആ, പ്രശ്നമൊന്നുമില്ല കേട്ടാ, എനിക്കൊന്നും സംഭവിക്കില്ല. ഒരു നല്ല വെള്ളത്തിലും മീൻ്റെ ഇടയിലെല്ലാം നീന്തി നല്ല പരിചയമുള്ള ടീമാണ് കേട്ടാ. ഓക്കെ. ആ, ഇനിയിപ്പോൾ എൻ്റെ മറ്റേ മുഖമെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇനി നമുക്ക് നമ്മുടെ സാവന്ന മോണിറ്ററിൻ്റെ ചെറുതിനെയും ഒന്ന് കാണാം. സാവന്ന മോണിറ്ററിൻ്റെ ചെറുത് അത്യാവശ്യം ഇപ്പോൾ സൈസ് വന്നിട്ടുണ്ട്. എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് ഒന്നും കൂടി കറക്റ്റ് മനസ്സിലാവും. നമ്മൾ നല്ല സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഗ്രോത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മുടെ സ്ക്വിരലിൻ്റെ കുട്ടിനെ കണ്ട, സ്ക്വിരലിൻ്റെ കുട്ടി അത്യാവശ്യം പൊളിയായിട്ടാണ്. ഇതാ അതാ കുട്ടി, അച്ഛൻ്റെയും അമ്മൻ്റെയും കളറ് മിക്സ് ആയിട്ട് വന്ന്. വലുതാകുമ്പോഴേക്കും നല്ല രസമായില്ലേ? വലുതാകുമ്പോൾ ഒന്നും കൂടി കളർ നല്ല രീതിയിൽ പ്രൊജക്റ്റായിട്ട് വന്നിട്ടുണ്ട് മറ്റേ വൈറ്റ് കളർ. അപ്പം നമ്മുടെ സാവന്ന മോണിറ്ററിന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നേ. ഇങ്ങോട്ടൂടെ ഷെഡിങ്ങിൻ്റെ സമയം ചീറ്റുന്നുണ്ടോ? ഹെവി നമുക്ക് സൺബാത്ത് കൊടുക്കുക. ഇതുണ്ട് അതിൻ്റെ സ്കെയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ടേ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാമല്ലോ. എത്ര കുഞ്ഞുണ്ടായിന്ന് നോക്കി ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? ഒരു ബാലൻസ് ഇല്ലാത്ത ഒന്നും. ഇനി 1.5 നമ്മൾ ഫുഡ് കൊടുക്കുന്നുട്ടാ. അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഒപ്പരം തന്നെ നമുക്ക് ഈ ഒപ്പരം തന്നെ നമ്മൾ ചെറുതിനെ വെച്ച് കൊടുത്തൂടെ? ഇതിനിപ്പോൾ 2 ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ആ ചെറുതിന് ഇവൻ കഴിക്കും. സ്പീഡുണ്ടല്ലേ? ചിക്കൻ കൊടുത്താലോ? വെയിലുണ്ട്, കുറച്ച് വെയിലുള്ളടാ. നമ്മൾ ഉടുമ്പിനെ പോലെ ഉണ്ടല്ലേ പെട്ടെന്ന് കാണുമ്പോൾ. തന്നെ വീഡിയോ കണ്ടിട്ടാ? വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആള് വന്നിട്ടുണ്ട് തന്നെ. എല്ലാ ദിവസവും കാണോ? ഓക്കെ. ശനിയാഴ്ച മാത്രമേ ഇടല്ലോ. ആ, റീൽസ് കാണുന്നിരിക്കും അല്ലേ? ഓക്കെ. എവിടെ സ്ഥലോ? ചെങ്ങളായി. എന്താ പേര്? മുജീബ്. അപ്പോൾ മുജീബ് ഇതാ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്തല്ല, ഒരു 3-4 വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളെ കാണാം കേട്ടോ. മോളെ പേരെന്താ? ഇതാ മുഫ്ലിയ. വീഡിയോ കാണാറുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സാവന്ന മോണിറ്ററിൻ്റെ നല്ല സൺബാത്താണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. നല്ല വെയിലത്ത് നല്ല ആസ്വദിച്ച് കിടക്കുന്നുണ്ടാ. ശരിക്കും കറക്റ്റ് സൺബാത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈജസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും കേട്ടോ. എല്ലാ സാധനവും ഡൈജസ്റ്റ് ആവണമെങ്കിൽ ഇതേപോലെ നല്ല എന്തെങ്കിലും ഫീഡ് കൊടുത്ത് വെയിലത്തൊന്ന് ഇറക്കി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റാകും. കിടക്കുന്നുണ്ടാ ചൂടിൽ? ഈ ഐഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഡ്യുവൽ ക്യാമറ നമ്മൾ വീഡിയോ കോളിലും ചെയ്യുന്ന പോലെ ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കതിങ്ങനെ കണ്ടുകൊണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകല. സംഭവം കൊള്ളാമല്ലേ? നമ്മുടെ കിവി വന്ന് നിൽക്കുന്നുണ്ടാ, സ്നേഹത്തോടെ വന്ന് നിൽക്കുന്നുണ്ടാ. അയ്യോടാ എൻ്റെ മുത്തേ, വാ.
അയ്യോ ഇതൊരു ഏലിട്ടുന്നില്ലല്ലോ, നമ്മളിങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ബാ. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. അതേപോലെ സൽക്കട്ടൊക്കെ ഫുൾ ടൈം ഇപ്പോൾ ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ടേ. ഫുൾ ടൈം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ഗ്രോത്ത് ആകുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. കഴിക്കുന്നുണ്ടോ? സൈസ് നന്നായിട്ട് കയറിയിട്ടുണ്ടേ. നമ്മളിപ്പോൾ തൊടുമ്പോൾ ഏകദേശം മനസ്സിലാവും കേട്ടോ. ചെറിയത്തെ വീഡിയോയിലും കണ്ടിട്ടില്ല, ചെറിയൊരു പല്ലിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇതിപ്പോൾ ഷെഡിങ് കഴിഞ്ഞപാട് സ്കിന്ന് പൊഴിഞ്ഞ് പോയപാട് ഇങ്ങനെ ഉണ്ടാവുക. നല്ല കളർ നോക്കിയാൽ എന്ത് രസം നോക്കിയേ. അതേപോലെ ഇവൻ നല്ല കടിയാണ് വന്നിട്ടാ, മറ്റവരെ പോലെയല്ല. കടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കടിയാന്ന്. കടിക്കേ എന്താ ആ ആ എന്താ പല്ലുണ്ടാ കറക്റ്റ് പല്ലോക്ക്. ആ കടിക്കടാ. ഇത് കടിക്കുന്നില്ലേ? എന്താ തീ തുപ്പുന്ന ഡ്രാഗൺ. ഇതണ്ടാ വെയിലത്ത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരുമിച്ച് വെക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഒരുമിച്ച് വെച്ചാൽ ഈവനൊക്കെ തിന്നാൻ പറ്റും ഇവർക്ക്. നോക്കുന്നുണ്ടേ മെല്ലെ കണ്ണുറന്നിട്ട്. പേടിയാണ്. പക്ഷെ ഇവർക്കും വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല സുഖമാണ്. നല്ല ഇവനെ ഇപ്പം നമ്മൾ ഒരുമിച്ച് വിടാൻ കഴിയും. നമുക്കൊരു ചെറിയ കൂട്ടിലാക്കിയിട്ട് വെക്കാം തൽക്കാലം. എൻ്റെ പൊന്നോ റിസ്ക് എടുക്കാൻ കഴിയില്ല. നന്നേ നമ്മളെ മുന്നേന്നായിട്ട് പിടിച്ചെങ്കിലേ. പിന്നെ ഇവരൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ. നല്ല പിടുത്തമാണ്. അങ്ങനെയുണ്ട് കുഞ്ഞൻ. നമുക്ക് ഇതിൻ്റെ ഒരു റീൽ എടുക്കണം അല്ലേ? രണ്ടിങ്ങനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വലുതാകുന്നത് കാണിക്കാൻ മുന്നേ ഒരിക്കൽ എടുത്തിട്ടുണ്ടായിനി. അതേപോലത്തെ ഒന്നും കൂടി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് പശുവിനെ അങ്ങോട്ടേക്ക് പോകാം അല്ലേ? അല്ല, നമ്മൾ പിന്നെ ടെഗുവിനെ കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ടെഗുവിനെ കൂടി കാണിച്ചിട്ട് പശുവിൻ്റെ അടുത്തേക്ക് പോവാം. ഓക്കെ, സ്കെയിൽ പോകുന്നുണ്ടാ? എങ്ങനെയുണ്ട് സൈസ്? പൊളിയല്ലേ? ആ ഇതിൻ്റെ കുഞ്ഞാണിത്. ആ പോകുന്ന വഴിക്കും നമ്മുടെ ഡോഗ്സിനെ കണ്ടുകൊണ്ട് പോയതുണ്ടാ. നമ്മുടെ മിൻപിൻ്റെ മക്കളും മിൻപിനും കണ്ടാ നല്ല ആരോഗ്യത്തോടുണ്ട്, സെറ്റാന്ന്. അതേപോലെ നമ്മുടെ മൈലോനെ കണ്ട, മൈലോനെ കാണിച്ചു. മൈലോ എവിടുന്നൊന്നും കേൾക്കൂല കേട്ടോ, വിളിച്ചിട്ട് കാര്യമില്ല. അതേപോലെ നമ്മുടെ ശരിയായ ഡോഗ്സിന് എല്ലാവരും പറയുന്ന കംപ്ലൈൻ്റ് ആണ് ഇതാ, പകൽ വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരിക്കും. നല്ല ഉറക്കമാണ് കേട്ടാ. നമ്മുടെ റൂബി ഉറങ്ങുന്ന ഉറക്കം കണ്ട. ഇനി അടുത്ത ആളെ നോക്കിയോ, അതാ ഓരോരാളും നല്ല രീതിയിൽ നല്ല ടർബോ ഇറങ്ങുന്നതാ. അടുത്തതാ നമ്മുടെ മാംബോ. ഏതാ ഉറക്കുക നോക്കിയേ, നല്ല ഉറക്കാന്നേ. ആ അടുത്ത ആള് വാ, ഇതാ നമ്മളെ റാമോസ്. ആ റാമോസ് എണീറ്റിട്ടുണ്ട്. ഇല്ല എന്നാലും തന്നെ ഉറക്കന്നെ. ഓക്കെ, ഓരോരാളും ഓരോ പൊസിഷനിൽ. ഓക്കെ, അടുത്തത് നമ്മുടെ കിമ്മിച്ചി. കിമ്മിച്ചെന്ന് നോക്കിയാൽ നല്ല വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇതാ. അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലേ? ഓക്കെ, പക്ഷേ ഉറക്കാണെന്ന് പറഞ്ഞു. അമ്മാതിരി ഉറക്കല്ലേ, ഏത് റെസ്റ്റാണ് എടുക്കുന്നത്. അതുപോലെ ഇതാ നമ്മളെ മെക്കാവലും കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു ഇത് കാണിക്കുന്നുണ്ടാ. ഡാ 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 ബാ ബാ ബാ. ആയി വാ, ഗുഡ് ബോയ് ഗുഡ് ബോയ്. ബാ ബാ പാടാ, കയറി. ഇതൊരു മടി പോലെ. ഓക്കെ, അടുന്നോ മതി. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, അതുപോലെ നമ്മുടെ പിന്നെ കുറുപ്പിനെ കണ്ട. ഇന്ന് കുറുപ്പ് ഇതിങ്ങനെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ കുറുപ്പാന്നുള്ളത് കയ്യിൽ വെച്ച് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ വരുന്നവരെ വിസിറ്റേഴ്സിന് ഇതുപോലെ തോളിലിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്കിത് കൊടുക്കുക. നമ്മൾ കുറുപ്പിൻ്റെ വലുപ്പം കണ്ട, സെറ്റല്ലേ? ഇങ്ങനെ ചില അപ്പോൾ മൈക്കിളായിരിക്കും, കുറുപ്പായിരിക്കും, ബിലാലായിരിക്കും, ഇങ്ങനെ മാറി 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 ഇടും. ആ വാ, ഇങ്ങോട്ട് വന്നേ ബാ ബാ. റിയോ ബേബി, റിയോ പറന്ന് വരുമോ നോക്കട്ടെ. വാ, നോർമലി വരേണ്ടതാണ്, ഞാൻ ആദ്യം ഒന്ന് കൊടുത്തു പോയില്ലേ. ബാ 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 ബാ. ആ അല്ല പിന്നെ എന്നാ പോട്ട്, നീ വരണ്ട കേട്ടാ, അടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഗ്വാനൊക്കെ ഉണ്ടോ? ഇതാണ് നമ്മുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത്. വലുതിനെ എല്ലാവർക്കും കയ്യിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവനാണ് കയ്യിൽ വെച്ച് കൊടുക്കുന്ന ആൾ.
അതുപോലെ നമ്മുടെ എക്കോ ഉണ്ട്. എക്കോ കഴിച്ചോടാ. ഓക്കെ. ഇനി നമുക്ക് പശുവിനെ കണ്ടിട്ട് വരാം. യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് കാണാം. എവിടെ സ്ഥലം? ഏഴിലോട് അല്ലേ? ഓക്കെ. നമ്മുടെ സബ്സ്ക്രൈബർ ആണെട്ടാ വീഡിയോ കാണുന്നവരാ. കോവിഡ് ആ ടൈമിൽ തുടങ്ങിയതല്ലേ? ഓക്കെ. നടക്കട്ടെ. കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറ. ഓക്കെ. അരാപ്പയ്മനെ ഫീഡ് ചെയ്യണോ? ചെയ്തുതരാം കേട്ടാ. അങ്ങോട്ട് ഞാൻ അപ്പോഴത്തേക്ക് വരാം. ഓക്കെ. ഇതണ്ട പശുവിന് വന്ന പശുവിന്, കുതിരക്ക്, ആടിന്, പിന്നെ അതുപോലെ നമ്മുടെ അടുത്ത് എല്ലാ ജീവികൾക്കും വേണമെന്ന് പിന്നെ കറുകപ്പുല്ലാന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കറുകപ്പുല്ല് അതേപോലെ നല്ല രീതിയിൽ ഉണക്കി അത് കെട്ടാക്കി സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മളിവിടെ പിന്നെ ഇത് വെക്കുന്ന റൂം തന്നെ ഉണ്ട്. അവിടെ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടേക്കെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെയൊക്കെ മേലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നത് പറഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇതിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാനെല്ലാം ആളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് നമുക്കിത് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് പശുവിനെ കണ്ടിട്ടുള്ളല്ലോ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പശുവിനെ കാണാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവം കാണിച്ചാലല്ല, നമ്മൾ കോഴിക്കോടെല്ലാം ക്ലീൻ ചെയ്യാനേ. ഇവിടെ ഒരാൾ അടയിരിക്കുന്നുണ്ട്. എന്താ നമ്മുടെ പുള്ളിക്കുട്ട എത്ര മുട്ടുണ്ടെന്ന് നോക്കാലോ. എന്താ അടിയിരുന്നോ. സാധാരണ പിന്നെ വീട്ടിലെല്ലാം കോഴിനെയും ഇവർക്കെല്ലാം വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ പണ്ട് വളർത്തിയവർക്കൊക്കെ ഇത് നല്ല കൗതുകകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. അതുപോലെ മക്കൾക്കെല്ലാം ഇപ്പോൾ കാണിച്ചു കൊടുക്കുക. പണ്ട് നമ്മൾ ഇതേപോലെ പിന്നെ മുട്ട വിരിയിച്ചിട്ടാണ് കുട്ടികളെല്ലാം ആക്കി നല്ല വീട്ടിലുണ്ടായിട്ടുണ്ടാവില്ലേ. പക്ഷേ ഇപ്പം എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. പണ്ട് നമ്മൾ ഇതേപോലെ വിരിയിച്ചിട്ടുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചേട്ടാ. കുറേ ആൾക്ക് നൊസ്റ്റുമായിരിക്കും. അതുപോലെ നമ്മൾ പിന്നെ ക്രീപ്പേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കേജുകളുണ്ട് കേട്ടോ. കുറേ കിളിക്കൂടുണ്ട് ഇതിൻ്റെ അകത്ത്. വിരിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് പൊളിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇത് കിളിൻ്റെ കുട്ടികളുള്ളതുകൊണ്ട് തൽക്കാലം അവിടെ വെച്ച് നിൽക്കുന്നതാണ്. അവരെല്ലാം സീസൺ കഴിഞ്ഞ് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇവിടെ ചെറിയൊരു പിന്നെ മാറ്റം വരുത്താനുണ്ട്. ഓക്കെ. അതുപോലെ നമ്മൾ റോക്സിനെ കണ്ടോ? റോക്സി ബേബി, നമുക്ക് റോക്സിനായിരിക്കെങ്കിൽ കൊടുത്താലോ എന്നൊരു പിന്നെ ഇതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വലിയ ബ്രീഡിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കുറേ ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതുകൊണ്ട് വലിയ ബ്രീഡിനെ കുറച്ചെണ്ണത്തിന് ഒഴിവാക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ റോക്സിനെ ഞാൻ ആയിരിക്കെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുത്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. നോക്കിയിട്ട് പറയട്ടെ. നമുക്ക് കൊടുക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമമുള്ള സംഭവമാണ്. ഓക്കെ, ഇതാ നമ്മളെ രാധിയും ശരിക്കും നല്ല ക്ഷീണമായിട്ട് ഉണ്ടായതേ. ഇപ്പം അത്യാവശ്യം അസുഖമൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കാൻ നല്ല രീതിയിൽ തുടങ്ങി. ഇപ്പോൾ പാലൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പാലെല്ലാം കൊടുക്കലൊക്കെ നിർത്തി. ഇപ്പം നല്ല ഗ്രോത്തായി വന്നിട്ടാ. ഓടിക്കൊടുക്കുക നല്ല രസമാണ്. ഓടറാ ബാ ഓടിയ അതിനാ നടുവിലുള്ള ആ ഒരു കെട്ടും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വലുപ്പക്കുറവൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നിയോണ്ട് ഞാനതൊക്കെ അയച്ചു മാറ്റിയിട്ടാ. സാധാരണ ഈ പൊങ്കന്നൂർ പശുവിൻ്റെ എല്ലാവരും പിന്നെ ബുള്ളിന് ഇതിന് ആ ഒരു കയറിട്ടിട്ടുണ്ടാവും. അതിൻ്റെ മുതുകിലോട്ടൊരു കയർ കുറച്ചും കൂടി ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ എടുത്തോട്ടാ. അല്ലെങ്കിൽ കാണുന്ന ആൾ പിന്നെ കംപ്ലയിൻ്റ് പറയും. ക്യാമറാമാൻ മിസറിന് വെറും കംപ്ലയിൻ്റ് ആണേ. കണ്ടാ ഇങ്ങനെ ഉണ്ട് നമ്മുടെ പശുക്കുട്ടന്മാർ. സെറ്റായില്ലേ? ഇതെല്ലാം നമ്മുടെ പോത്തപ്പിട്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എവിടെയെല്ലാം. ഓക്കെ, അങ്ങനെ ഉണ്ട്. ശരിയായില്ലേ? ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി നിർത്തി കൊടുക്കാം നമ്മുടെ രണ്ടാൾക്കാരെ. അതുവരെ ഇവിടുന്ന് മേഞ്ഞ് നടക്കട്ടെ. പിന്നെ നമ്മൾ എങ്ങനെ മേയാൻ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വിടും. എന്നിട്ട് ഒരു ഉച്ചവരെ അവർക്ക് മേയാനുള്ള സമയം കൊടുക്കും. എന്നിട്ട് വൈകുന്നേരം പെറ്റ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഓ, നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ വന്ന്. ഒയ്യടാ, നിന്ന അയ്യവാ ബിലാലിനെ പേരിട്ടതേ. നമ്മൾ അന്ന് പോത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് തന്നെ ഒരു രസം കുറവ്. എന്നിട്ട് അങ്ങനെ പേര് നമ്മൾ മാറ്റി. ഇന്നലെ രാത്രി കാണാണ്ടായിട്ടുണ്ടായിരുന്നേ. അഴിഞ്ഞു പോയിട്ട്. ഓ, ഇപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കണത്രേ.
പിന്നെ ഒന്ന് പിന്നെ പുറത്തെല്ലാം കെട്ടി നല്ല പുല്ലെല്ലാം തിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈകുന്നേരത്തെ ഫീഡ് കൊടുക്കുക. രാവിലെയും വൈകുന്നേരം 2 നേരം ഫീഡ് കൊടുക്കുന്നു കേട്ടോ. ഫീഡ് കൊടുക്കുന്നത് ഞാനൊന്ന് കാണിച്ചെന്നില്ലേ. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബദാമും ക്യാരറ്റും അതും ഇതിൽ ട്രീറ്റ് ആയിട്ട് കൊടുക്കും. ഇതണ്ട പോത്തിന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. വെള്ളം കുടിക്കുന്നുണ്ടോ? ഒറ്റ അടിക്കണ്ടല്ലോ. ആ ബക്കറ്റ് ഇത്ര വെള്ളം വെച്ച് കൊടുത്താൽ തന്നെ 2 വേലി വലിക്കുമ്പോഴേക്കും ഏകദേശം ഒരു 3/4 ഭാഗം തീർന്നു. ഒരു 25 ലിറ്റർ വെള്ളം ഒറ്റയടിക്ക് കുടിക്കുമെന്ന് തോന്നുന്നു വന്നു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 20 ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ടോ, ഏകദേശം കഴിഞ്ഞ്. ഇത് ഞാൻ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നിട്ട് മിസറിൽ തന്നെ പറയില്ല, ദാബിക്ക് എന്നെ കണ്ണുള്ളൂ നിൽക്ക് ഇനല്ലോ. അല്ലടാ മുത്തേ. ആ ആ ആ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മസാജ് ചെയ്യാൻ അല്ലേ. അയ്യോടാ, ഓ കടിച്ചടാ. പാവാന്ന് നല്ല മോനാന്ന് അല്ലേ. ആ ഇറച്ചിയെല്ലാം കയറുന്നുണ്ട്. ഗുഡ് ബോയ്. ഇനി ഉണ്ടല്ല, ഇപ്പം നമ്മൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ കൊണ്ടാക്കും. പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ നിർത്തിക്കുമ്പോൾ ഗ്രൂം ചെയ്ത് നല്ല എണ്ണയിലിട്ട് തുടച്ച് വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് കൊണ്ടാക്കുക അല്ലേ. ഇതെവിടെ കൊണ്ടുപോയിട്ട് ചളിയിലെല്ലാം കിടന്നു ഉരുണ്ടിട്ട് കച്ചറാക്കിയിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെ ജസ്റ്റ് വെള്ളം അടിച്ചു കൊടുത്തേ ഉള്ളൂ അല്ലേ. അല്ലേ സൈസ് ഉണ്ടാ എൻ്റെ തലയുടെ എൻ്റെ മുഖത്തിൻ്റെ ഇതുണ്ട്, ഈ നെറ്റി മാത്രം. ഒരു നല്ല ചെയിൻ ഇട്ട് കൊടുക്കണം അല്ലേ, ബിലാൽ എഴുതിയിട്ട്, ബിലാൽ ജോൺ കുരിശിങ്കൽ. ഓക്കെ, ഇനി നമുക്ക് സെറ്റാക്കി എടുക്കണം. പിന്നെ നമുക്കൊരു കിടിലൻ ഉശിരം പോത്താക്കി മാറ്റാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.